ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സിന്റെ ഒരു പ്രോബ്ലം ആണ്. 5ാം ക്ലാസ്സുകാർക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് 18 × 2 എന്നാണ്. ഇത് നമ്മൾ എഴുതാൻ പോകുന്നത് 12 × 8 എന്നാണ്. ഇതിലേതാണ് വലുത്? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്സിന്റെ പരീക്ഷയിൽ കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഈ 18നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെഴുതണം. അതായത് 18 = 10 + 8 ആണ്. അപ്പോൾ 10 + 8നെ നമ്മൾ ബ്രാക്കറ്റിൽ ഇടാണ് കേട്ടോ. 10 + 8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇനിയിപ്പോൾ ഈ 18നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. ആദ്യം ഈ 2നെ 10 കൊണ്ടാണ് നമുക്ക് ഗുണിക്കേണ്ടത്. നമുക്ക് 10 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 × 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ആണ്. ഇനി നമുക്ക് ഈ 8നെ വേണം 2 കൊണ്ട് ഗുണിക്കാൻ. അപ്പോൾ 8 × 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 16 ആണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ കിട്ടിയ ഉത്തരമാണ് 36. ഇനി ഇതേപോലെ ഇതാണോ വലുത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഇവിടെ ചെയ്ത പോലെ തന്നെ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 12 = 10 + 2 ആണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ, ഈ ഒരു 8നെ നമുക്ക് 10 കൊണ്ട് ഗുണിക്കണം. അതായത് ഇവിടെ 12 ആണല്ലോ, ആ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അത് സ്പ്ലിറ്റ് ചെയ്തതിനാണ് നമ്മൾ 8 കൊണ്ട് ഗുണിക്കാൻ പോകുന്നത്. 8 + 10 അല്ല 8 × 10 = 80 ആണ് ഉത്തരം. അടുത്തത് 8 × 2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 8 × 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി നോക്കാം. നമുക്ക് കിട്ടിയ ഉത്തരം 96 ആണ്. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് വലിയ സംഖ്യ. ഇങ്ങനെയായിരിക്കും നമ്മൾ മാത്സിന്റെ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത്.